പ്രേമലാലെ, ഈ അന്യഗ്രഹ ജീവികൾ എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മൾ തന്നെ നിരവധി ചർച്ചകൾ നമ്മൾ തന്നെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അന്യഗ്രഹ ജീവികളെക്കുറിച്ച് ചില വാർത്തകൾ വരുന്നുണ്ട്. അത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ് അങ്ങനെയുള്ളൊരു വാർത്തകളൊക്കെ ഇപ്പോൾ വരുന്നത്. എന്താണ് അതിനെ നിഷേധിക്കത്തക്ക രീതിയിലുള്ളതാണോ അതോ അതിനെ സമ്മതിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്? ഈ അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ടില്ല എന്ന് പറയുന്നതായിരിക്കും വാസ്തവം. നമുക്ക് രണ്ടും ഉറപ്പിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. പക്ഷേ തള്ളിക്കളയാൻ പറ്റാത്ത, വിശദീകരിക്കാനാകാത്ത ചില വിവരങ്ങൾ കൂടി അമേരിക്ക ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അമേരിക്ക തന്നെ എന്തിനാണ് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നതെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ലോക സമൂഹ മധ്യത്തിൽ ഏറ്റവും കൂടുതൽ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ വിവാദങ്ങളും വാർത്തകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അമേരിക്ക കേന്ദ്രീകരിച്ചായതുകൊണ്ടാണ് ഇത് വലിയ നിഷേധിച്ചതും അവരാണ്. അതെ, കാരണം അമേരിക്കയിലെ ഏരിയ 51 എന്നും പറഞ്ഞ് ഒരു പ്രദേശമുണ്ട്. ഒരു മനുഷ്യവാസമില്ലാത്ത, മനുഷ്യർക്ക് അങ്ങോട്ട് കടന്നു കയറാൻ അനുവാദമില്ലാത്ത ഒരു രഹസ്യ സങ്കേതമാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയാണ് ലോകത്തെമ്പാടി അന്യഗ്രഹ ജീവി സിദ്ധാന്തം പ്രചരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, ഈ അന്യഗ്രഹ ജീവികളെക്കുറിച്ച് പഠിക്കാൻ ഒരു സർക്കാർ ഏജൻസിയെ പോലും നിയോഗിച്ച ഏക രാജ്യം, അതായത് ഔദ്യോഗികമായിട്ട്, അനൗദ്യോഗികമായിട്ട് പല രാജ്യങ്ങളും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം, പക്ഷേ അമേരിക്കയിലാണ് ഇതിന് വേണ്ടിയിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ രൂപീകരിച്ച് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു ഉത്തരവിറക്കി. ഈ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ഇതുവരെയുള്ള രേഖകളെല്ലാം തന്നെ പരസ്യപ്പെടുത്തും. കാരണം ആളുകൾക്കിടയിൽ വലിയ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഏരിയ 51 അതിനെ കേന്ദ്രീകരിച്ചൊക്കെയാണ്. ഇപ്പോൾ യൂട്യൂബൊക്കെ തുറന്നു നോക്കിയാൽ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് അവിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ കുറേ സാധനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആളുകൾ വല്ലാണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. വാസ്തവം ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ട്രംപ് ഈ സമീപകാലത്ത് ചെയ്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നാണ്. അയാൾ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ നല്ല തീരുമാനങ്ങളിൽ ഒന്നാണ്. കാര്യം ഈ നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റണമല്ലോ. അപ്പം അങ്ങനെ നെല്ല് എന്ന് ഉറപ്പുള്ള കുറേ സാധനങ്ങൾ ഇപ്പോൾ അമേരിക്ക പുറത്തുവിട്ടേക്കാണ്. അപ്പോൾ ആദ്യമായിട്ടല്ല, ഇത് പുറത്തുവിടലിൻ്റെ 3ാം ഘട്ടമാണ്. കഴിഞ്ഞ മെയ് 8-ാം തീയതിയും മെയ് 22-ാം തീയതിയും കുറേ ഫയലുകൾ പുറത്തുവിട്ടു. ഇത് ഒരു 72ഓളം ഫയലുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൊത്തം നോക്കുമ്പോൾ ഏതാണ്ട് 100-ലധികം സംഗതികൾ ഇപ്പോൾ ഇതിനോടകം തന്നെ അമേരിക്ക പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ട്രംപ് ഭരണകൂടം തന്നെ രൂപീകരിച്ച ആൽ ഡൊമൈൻ അനോമലി റെസൊല്യൂഷൻ ഓഫീസ് AARO, അപ്പോൾ അവർ നോക്കിയിട്ട് ഇത് വിശദീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് ഉറപ്പുള്ളത്. മറ്റ് ചിലതൊക്കെ അത് ചിലപ്പോൾ ഏതെങ്കിലും ഇടിമിന്നലിൻ്റെ പ്രശ്നം കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ലൈറ്റിൻ്റെ പ്രതിഭാസം കൊണ്ടാകാം. ഇങ്ങനെ ഉണ്ടത്രേ പറഞ്ഞ് കുറേയൊക്കെ തള്ളിക്കളഞ്ഞു. തീരെ നിഷേധിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് അവർ പുറത്തേക്ക് വിട്ടേക്കുന്നത്. അതിനെല്ലാം അവർ വിശദീകരിക്കാനാകാത്തത് ഇതെന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വിശദീകരിക്കാൻ പറ്റാത്ത കുറേ വീഡിയോ ക്ലിപ്പുകൾ, ഓഡിയോ റെക്കോർഡിങ്സ്, ചില ചിത്രങ്ങൾ, ഇത്രയാണ് അവർ പുറത്തുവിട്ടത്. ഇപ്പോൾ ഓഡിയോ റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമാനമൊക്കെ പറന്നു പോകുന്ന സമയത്ത് ചില പൈലറ്റുമാർ ചില അസ്വാഭാവിക സംഗതികൾ കണ്ടു കഴിഞ്ഞാൽ അവർ മറ്റേ കൺട്രോൾ ടവറുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം സംസാരിക്കുന്ന വിവരങ്ങളാണ് ഈ ഓഡിയോ റെക്കോർഡ്സ് ആയിട്ട് പുറത്തു വിട്ടേക്കുന്നത്. പിന്നെ ചിലർ പകർത്തിയ ദൃശ്യങ്ങൾ, ചിലർ പകർത്തിയ ചിത്രങ്ങൾ, ഇത്രയാണ് അവർ പുറത്തു വിട്ടേക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം 2022 കൊളറാഡോ എന്ന് പറയുന്ന അതീവ സുരക്ഷാ മേഖലയിലുള്ള ചിയൻ എന്ന് പറയുന്ന ഒരു പർവ്വതത്തിൽ അതിൻ്റെ മുകളിലായിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആകൃതിയിലുള്ള ഒരു പറക്കും തളിക. അത് അവിടുത്തെ ഫോർട്ട് കാൾസൺ എന്ന് പറയുന്ന സൈനിക കേന്ദ്രത്തിലെ 5 സൈനികർ അത് കണ്ടു. അവരത് വീഡിയോ ചിത്രീകരിച്ചു. ഏതാണ്ട് 2 മിനിറ്റോളം ആ സംഗതി ഇങ്ങനെ ആകാശത്ത് നിശ്ചലമായി നിന്നു. പിന്നെ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ അത് അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അത് എങ്ങോട്ട് പോയിന്ന് പിന്നീട് ആർക്കും അറിയില്ല. അപ്പോൾ ഇതാണ് നമുക്ക് വിശദീകരിക്കാനാകാത്തത്. എന്താണെന്ന് ഇപ്പോഴും വിശദീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അമേരിക്കയുടെ വടക്ക് കിഴക്ക് മേഖലയിൽ ഒരു ചുവന്ന ഗോളത്തിൻ്റെ ഒരു വീഡിയോ അത് പുറത്തു വിട്ടിട്ടുണ്ട്. ഈ ചുവന്ന ഗോളം എന്ന് പറയുന്നത് മരങ്ങളുടെ താഴെ വരെ അത് ദൃശ്യമായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ടായിരുന്നു. ആ ഗോളത്തിൻ്റെ നടുക്ക് വെള്ള നിറത്തിൽ, ഈ നമ്മൾ സൂര്യനിലേക്ക് നോക്കുമ്പോൾ മൊത്തത്തിൽ അത് ചുവന്ന് തുടുത്ത് കാണും. പക്ഷേ സൂക്ഷ്മമായി നോക്കുമ്പോൾ അകത്ത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയുടെ പ്രശ്നം എന്തോ അത് വെള്ള നിറത്തിൽ കാണും. അപ്പോൾ അതേപോലെ ഇതും കാണപ്പെട്ടു എന്നുള്ളതാണ് ആ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ നല്ല വെള്ള നിറത്തിൽ കാണപ്പെടുന്നതിന് ശാസ്ത്രീയമായിട്ട് വൈറ്റ് പ്ലാസ്മ സൺ എന്നാണ് അവർ അതിനെ വിശേഷണം കൊടുത്തേക്കുന്നത്. പിന്നെ ഒന്ന് വന്നേക്കുന്നത് 2008 ഡിസംബറിൽ സിംബാബ്വേയിൽ, അവിടെ സിംബാബ്വെ ഒരു ആഫ്രിക്കൻ രാജ്യമാണ്,
അവിടുത്തെ ഒരു വിമാനത്താവളത്തിന് മുകളിൽ ഒരു നമ്മൾ സാധാരണ ഈ പറക്കും തളിക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രം ഒരു ഡിസ്കിന്റെ ആകൃതിയിലുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഇതേപോലെ നടുക്കു പൊള്ളയായ എന്നാൽ നിരവധി വർണ്ണങ്ങളൊക്കെ ഉള്ള താഴെ വർണ്ണങ്ങളെ കറങ്ങുന്ന ഒരു ഡിസ്ക് ആകൃതിയിലുള്ള സാധനം അതും ഈ ഇതിൽ വന്നു. ഇതാണ് ഈ 3 സംഗതിയാണ് ഏറ്റവും പ്രസക്തമായിട്ട് അവർ പറയുന്നത്. ഇനി കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള ചില സംഗതികൾ കൂടി ഇത് വന്നിട്ടുണ്ട്. അത് വന്നേക്കുന്ന ഇത് ഒരു കാര്യം കൂടി പറയുക, ഈ 72 ഫയലുകൾ പുറത്തു വിട്ടതിൽ 1940 മുതലുള്ള വിവരങ്ങളുണ്ട്. അപ്പൊ അന്ന് മുതൽ ഇന്നോളം ഉള്ള വിവരങ്ങളുണ്ട്. അപ്പൊ അത് പ്രകാരം 1968 ലഡാക്ക്, നമ്മുടെ അറിയാലോ ലഡാക്ക് നമ്മുടെ കശ്മീർ അതുമായിട്ട് ബന്ധപ്പെട്ട മേഖല, ലഡാക്ക് സിക്കിം അതിർത്തിക്ക് മുകളിൽ റോക്കറ്റിന്റെ ആകൃതിയിൽ ഒരു അജ്ഞാത വസ്തു കുതിച്ചു വാഞ്ഞുപോയി. ഇത് CIA റിപ്പോർട്ട് ചെയ്ത, അതായത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നാം, ഇന്ത്യയില് ലഡാക്കിൽ നടന്നൊരു സംഗതിക്ക് ഇന്ത്യയല്ലേ വിശദീകരിക്കേണ്ടത്, അതെങ്ങനെ അമേരിക്ക ഈ വിവരം പുറത്തുവിടും? അപ്പൊ അതിന് കൃത്യമായ വിശദീകരണമുണ്ട്. കാരണം ഈ 68 എന്ന് പറയുന്നത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ശീതയുദ്ധം നിലനിന്നിരുന്ന സമയമാണ്. ആ സമയത്ത് ലോകം 2 ചേരികളായിട്ട് നിലകൊണ്ടിരുന്നു. ഒന്ന് അമേരിക്കൻ ചേരി, ഒന്ന് റഷ്യൻ ചേരി. അപ്പൊ ചൈന എന്ന് പറയുന്നത് റഷ്യൻ അനുകൂല നിലപാടുള്ള രാജ്യമായിരുന്നു. കൂടാതെ ഇന്ത്യ പ്രത്യക്ഷത്തിൽ ചേരിചേരാ നയമുള്ളവരാണെങ്കിലും ഇന്ത്യ റഷ്യൻ ഗ്രൂപ്പിലായിരുന്നു. അപ്പൊ ഇവിടെ നടക്കുന്ന നീക്കങ്ങൾ CIA സസൂക്ഷ്മം അവരുടെ ആളുകളെ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ ചാരപ്പണി എന്ന് പറയാം. അപ്പോൾ അതുപ്രകാരം ഈ പ്രത്യേകിച്ചും ചൈനയോടും ഇന്ത്യയോടും ചേർന്നുള്ള അതിർത്തി മേഖലയിൽ അവർ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന ചൈന ഏതെങ്കിലും പുതിയ റോക്കറ്റ് വിക്ഷേപിക്കുന്നുണ്ടോ, ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അമേരിക്ക സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു. അങ്ങനെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം ഉള്ളതായിട്ട് ദൃക്സാക്ഷി വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ CIA റിപ്പോർട്ട് തയ്യാറാക്കി അമേരിക്കയിലേക്ക് കൊടുത്തേക്കുന്നത്. ഇനി കുറേ കൂടി നമുക്ക് ചിന്തിപ്പിക്കുന്ന ഒരു സാധനം കൂടി ഈ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അത് 68 തന്നെ നേപ്പാളിലെ കാസ്തി എന്ന് പറയുന്ന മേഖലയിൽ ഒരു പറക്കും തളിക തകർന്നു വീണിട്ടുണ്ട്. അവശിഷ്ടം കിട്ടി നേപ്പാളിൽ. അതായത് ഒരു ലോഹ ഫലകം അല്ലെങ്കിൽ ലോഹ തളിക അതവിടെ പതിച്ചു, അതിൻ്റെ അവശിഷ്ടം കിട്ടിയതായിട്ട് CIA റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാസ്തവം എന്താണെന്നുള്ളതിന് നേപ്പാളാണ് പറയേണ്ടത്. എന്തു ആയിക്കോട്ടെ, ഏതായാലും 3 അന്വേഷണ ഏജൻസികൾ സമാഹരിച്ച തെളിവുകളാണ് ഇപ്പോൾ അമേരിക്ക പുറത്തുവിട്ടേക്കുന്നത്. ഒന്ന് CIA അവരുടെ രഹസ്യാന്വേഷണ ഏജൻസി, പിന്നെ FBI നമ്മുടെ അവിടുത്തെ അന്വേഷണ ഏജൻസി, പിന്നെ നാസ അവരുടെ അറിയാലോ ബഹിരാകാശ ഏജൻസി. അപ്പോൾ ഇവർ 3 പേരും കളക്ട് ചെയ്ത ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടേക്കുന്നത്. ഇനി ഏതാണ്ട് 1940 മുതലുള്ള വിവരങ്ങളാണ് പുറത്തു വിട്ടേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ പലതിലും നമുക്ക് നമ്മുടെ കോമൺ സെൻസ് വെച്ച് നോക്കുമ്പോൾ അതിലെന്തൊക്കെയോ അസ്വാഭാവികതകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് എന്താണെന്ന് കൃത്യമായി ഇതിപ്പോൾ അന്യഗ്രഹ ജീവികളുടെ പേടകമാണോ അല്ലയോ, അതോ ഇനി ഈ വെതർ ബലൂൺ പോലുള്ള സംഗതികളാണോ അല്ലയോ, അറിയാലോ ഈ ആകാശ നിരീക്ഷണത്തിന് വേണ്ടി രാജ്യങ്ങൾ വിന്യസിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും രാജ്യത്തിൻ്റെ ചാര ഉപഗ്രഹങ്ങളാണോ അല്ലയോ, അല്ലെങ്കിൽ അത്തരം ചാര പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സംഗതിയാണോ അല്ലയോ, ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങളെ കീറിമുറിച്ച് വിശകലനം ചെയ്ത് അവർ ചില കാര്യങ്ങൾ നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ നിഗമനങ്ങൾ സാധ്യമല്ലാത്ത സംഗതികളാണ് അവർ ഈ വിവരങ്ങളാക്കി പുറത്തു വിട്ടേക്കുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇത് പ്രസിദ്ധപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യം ഇത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇതിൽ താല്പര്യമുള്ളവർ ലോകത്തെമ്പാടും ഉണ്ടാകും. അപ്പൊ അവർക്കിത് വലിയൊരു ചാകരക്കാലമാണ്. കാരണം അമേരിക്ക കഴിഞ്ഞ ഒരു 3-4 മാസത്തെ ഇടവേള കൊണ്ട് ഇത്രയും വിവരങ്ങൾ കൊടുത്തു വിടുമ്പോൾ ഇതിൽ ഗവേഷണം നടത്തുക, ഇതിൽ നിഗമനങ്ങൾ എത്തുക എന്ന് വിചാരിക്കുന്നവർക്ക് വിലമതിക്കാനാകാത്ത ഇൻപുട്സ് ആണ് ഇതിലൂടെ കിട്ടുന്നത്. പിന്നെ ഇത്തരം തെളിവുകൾ ഒരു പക്ഷേ മിനിമം ഒരു സിനിമയെങ്കിലും എടുക്കാൻ പറ്റും. ഒന്നും നമുക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഒരു സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് എങ്കിലും മിനിമം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് ട്രംപ് അക്കാര്യം കൂടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിൽ ഉത്തരവ് പുറപ്പെടുവിച്ച കാര്യം. ഈ അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ ഇത്തരം പറക്കും തളികൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ കേൾക്കാനായിട്ട് ആളുകൾക്ക് വലിയ ക്യൂരിയോസിറ്റി ഉണ്ട്, വലിയ ജിജ്ഞാസയുണ്ട്. അപ്പോൾ അത് അത്തരക്കാരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് പ്രസിദ്ധപ്പെടുത്താൻ ഉത്തരവ് കൊടുത്തത്. അപ്പോൾ പ്രസിദ്ധപ്പെടുത്താൻ ഉത്തരവ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കുറേയധികം ആയിരക്കണക്കിന് ഫയലുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അമേരിക്കയുടെ കയ്യിൽ. അതിൽ പ്രസിദ്ധീകരണ യോഗ്യമായത്, അതായത് സംശയരഹിതമായിട്ട് ഇത് UFO തന്നെയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെന്ന്
ഉറപ്പിക്കുന്ന സംഗതികൾ മാത്രമേ അവർ പുറത്തു വിട്ടുള്ളൂ. ഇനി ഡിബേറ്റബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴും അമേരിക്ക പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. പുറത്ത് ആളുകൾക്ക് പ്രശ്നമില്ലാതെ കാണുമ്പോൾ പ്രശ്നം ഉണ്ടാകില്ല എന്ന് തോന്നുന്നത് മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ യൂട്യൂബ് അതേപോലുള്ള സാധനങ്ങളിൽ പരതിയാൽ ഇതിൻ്റെ ദൃശ്യങ്ങളോ മറ്റു കാര്യങ്ങളോ കിട്ടും. താല്പര്യമുള്ളവർക്ക് കയറി കാണാം.